ഏറെ കേട്ട് പരിചയിച്ച പിതക്കാരൻ്റെ ഉപമ ആണ് നമ്മളിന്ന് കേട്ടത്. ഇവിടെ വിത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല ഫലം ഉണ്ടാകാതെ പോവുക, മറിച്ച് നിലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. 4 തരത്തിലുള്ള നിലങ്ങളെക്കുറിച്ച് ഈശോ വ്യക്തമാക്കുകയാണ്. പാതയോരത്ത് വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്. പാറ എന്ന് പറയുമ്പോൾ വെറുതെ മണ്ണൊട്ടുമില്ലാത്ത പാറയല്ല, അടിപാറയായിട്ടുള്ള അത് എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 3-ാമത്തേത് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. 4-ാമത്തേത് നല്ല നിലത്ത് വീണ വിത്ത്. ഈ നല്ല നിലത്ത് വീണ വിത്തിനും 3 സാധ്യതകളെ ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. 30 മേനിയും 60 മേനിയും 100 മേനിയും ഒക്കെ ഫലം തരുന്ന നിലം. അപ്പോൾ നിലത്തിൻ്റെ ഒരുക്കം, നല്ല നിലത്തിൽ പോലും ഒരുക്കങ്ങളിൽ വ്യത്യാസമുണ്ടാകും എന്ന് സാരം. അപ്പോൾ ഈ വചനം നമുക്ക് തരുന്ന 1-ാമത്തെ പാഠം ഇതാണ്: വചനമാകുന്ന യേശുവിനെ, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ നീ എത്രത്തോളം ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. 2-മത് നമ്മൾ ധ്യാനിക്കപ്പെടേണ്ട കാര്യം, ഒരുക്കൽ പ്രക്രിയ നിന്നിൽ മാത്രം സംഭവിച്ചാൽ പോരാ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതങ്ങൾ കൂടി നീ ഒരുക്കേണ്ടതുണ്ട്. നിൻ്റെ ജീവിത പങ്കാളിയുടെ, നിൻ്റെ മക്കളുടെ, നിൻ്റെ മാതാപിതാക്കന്മാരുടെ, നീയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന, നിന്നെ ദൈവം ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ബാന്ധവങ്ങൾക്കുള്ളിലും ഈ ഒരുക്കപ്പെടൽ പ്രക്രിയ നടത്തപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും അതൊരുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ഉപമയിലൂടെ ഈശോ പറഞ്ഞതുപോലെ കള്ളൻ വന്ന് കള വിതച്ചിട്ട് പോവുകയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരത എന്ന് പറയുന്നത്, മറ്റുള്ള ഒരുക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും പരദൂഷണവും പിഴപ്പും ആരോപണങ്ങളും ഒക്കെ പറഞ്ഞ് കളയുടെ വിത്തുകൾ, വിമർശനങ്ങളുടെ പേരും പറഞ്ഞ് ഒക്കെ നമ്മൾ കളയുടെ വിത്ത് വിതയ്ക്കും. ഇന്ന് നല്ല വിത്ത് വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കളയുടെ വിത്ത് വിതയ്ക്കപ്പെടുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും ഒക്കെ ഈ കളയുടെ വിത്ത് ഒരുപാട് വിതയ്ക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിലമൊരുക്കുക, അവനവൻ്റെ നിലമൊരുക്കുക. 2-മതായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരുടെ നിലമൊരുക്കുക. ഒരുക്കൽ മാത്രം നടത്തിയാൽ പോരാ, വിതയ്ക്കൽ കൂടി നടത്താനായിട്ടുള്ള ബാധ്യതയുണ്ട് നമുക്ക്. നമ്മൾ ഈശോ വിതക്കാരൻ്റെ ഉപമ പറയുമ്പോൾ അവിടെ പേര് പറയുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകളെ വിതക്കാരനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കപ്പെടേണ്ടതാണ്. ഞാൻ വിത്ത് വിതയ്ക്കുന്നുണ്ടോ? വചനം വിതയ്ക്കുന്നവനാണോ ഞാൻ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള വിതയ്ക്കുന്നവനാണോ ഞാൻ? കളയാണോ വചനമാണോ വിതയ്ക്കുന്നത് എന്നൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ വാക്കാണ് നിൻ്റെ വിധി എന്ന് കൃത്യമായിട്ട് ക്രിസ്തു പറഞ്ഞത്. കാരണം വാക്ക് ജീവൻ കൊടുക്കുന്നതാണ്, വാക്ക് ജീവനെ ഇല്ലാതാക്കുന്നതാണ്. ജനത്തിൻ്റെ ആക്രോശത്തിൻ്റെ വാക്കുകളാണ് ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ പലപ്പോഴും ഈ ശബ്ദങ്ങൾ, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ ഒരുപാട് ക്രിസ്തുമാരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ വിമർശനത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ ഓരോന്ന് പടച്ചു വിടുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിതയ്ക്കുന്ന ഒരു ദൗത്യം നമുക്കുണ്ട്. നമ്മൾ വിതയ്ക്കുന്നത് വിത്താണോ, വചനത്തിൻ്റെ വിത്താണോ, അതോ കളയുടെ വിത്താണോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യം. ഈശോ ഈ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് ഉപമയുടെ ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാക്കി. ഞാൻ ഈ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് അധികം വ്യാഖ്യാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് നമ്മളേറെ കേട്ട് ധ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 2-ാം ഘട്ടം,
എന്താണ് ഉപമ എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത്. കാരണം ഒട്ടേറെ ഉപമകൾ ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉപമകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉപമകളുമായി ബന്ധപ്പെട്ട് 10 കാര്യങ്ങൾ ബൈബിളിൽ തന്നെ വ്യക്തമാക്കുന്നു. ഒന്നാമതായിട്ട് ഉപമ എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത് പാരബോലെ എന്ന ഗ്രീക്ക് വാക്കാണ്. പാരബോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ സാദൃശ്യം, പഴഞ്ചൊല്ല്, ഉദാഹരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ വിശദമായ അവതരണ ശൈലിക്കാണ് പാരബോലെ എന്ന് പറയുന്നത്. നമ്മുടെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ ഒന്നിനോട് സാദൃശ്യം ചൊല്ലുന്നത്, ഇതൊക്കെയും ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിശകലനമായി അവതരിപ്പിക്കുന്നതിനെയാണ് ഉപമ എന്ന് ബൈബിൾ പറയും. രണ്ടാമതായിട്ട് അവ സ്ഥിരീകരിക്കപ്പെട്ട സത്യങ്ങളും ചിരപരിചിതമായ ഒന്നിനോട് താരതമ്യപ്പെടുത്തി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളോട്, സാധ്യതകളോട് കൂട്ടിച്ചേർത്തായിരിക്കും അവതരിപ്പിക്കുക. അതേസമയം അതിൻ്റെ പിറകിൽ ഈശോ ചില സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ട്. മൂന്നാമതായിട്ട് അത് ചില പ്രബോധനങ്ങൾ നൽകുന്നതായിരിക്കും. ആ പ്രബോധനം ആഴത്തിൽ ധ്യാനിച്ചാൽ അത് പ്രകോപനം ഉണ്ടാക്കുന്നതും കൂടിയായിരിക്കും. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളെ വലിയ പ്രകോപനമില്ലാത്ത വിധത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉപമകളുടെ മൂന്നാമത്തെ സ്വഭാവം. നാലാമത്തെ സ്വഭാവം, അവ കേൾവിക്കാരിൽ താല്പര്യമുണ്ടാക്കുകയും കൂടുതൽ അറിയാനായിട്ടുള്ള മോഹം ജനിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത്. അഞ്ചാമതായിട്ടുള്ള ഒരു പ്രത്യേകത, ആ ഉപമകളിലൂടെ അവതരിപ്പിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അത് സനാതനമായിരിക്കും, മാറ്റമില്ലാത്തതായിരിക്കും. പക്ഷേ അത് ചിത്രീകരിക്കപ്പെടുന്ന അതിൻ്റെ കാര്യങ്ങൾ അത് നമ്മളത്ര ഗൗരവത്തിലെടുക്കില്ല എന്നുള്ളതാണ് സാധാരണ രീതി. പക്ഷേ ക്രിസ്തുവിൻ്റെ ഒരു നിലപാട് അതുകൂടി എടുക്കണമെന്നുള്ളത്. ഉപമയായതുകൊണ്ട് അതിനെ എടുക്കണ്ട എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഈ ബൈബിളിൽ ഉപമ പറയുമ്പോൾ ഈ പെരിഫറലായിട്ടുള്ള, ഇപ്പോൾ വിധക്കാരൻ്റെ ഉപമ പറയുമ്പോൾ വിധക്കാരൻ എന്നുള്ള ഒരു കാര്യത്തെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല, വിത്തിനെ ഗൗരവത്തിലെടുക്കേണ്ട, മറിച്ച് വചനം വിതയ്ക്കപ്പെടുന്ന കാര്യത്തെ മാത്രം എടുത്താൽ മതി എന്ന് ചിന്തിക്കരുത്. ഇതിനോട് ബന്ധപ്പെട്ട്, ഉപമയോട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന മറ്റ് പശ്ചാത്തലങ്ങളെയും ഗൗരവത്തിലെടുക്കണം. അത് വ്യാജമല്ല എന്ന് സാരം. അതുപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യം ഇതാണ്, അവ പറയുന്ന കാലത്തെയും ചരിത്ര പശ്ചാത്തലത്തെയും സാഹചര്യങ്ങളെയും അവസരങ്ങളെയും പരിഗണിച്ചിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. പറയുന്ന സാഹചര്യം നോക്കണം, സമയം നോക്കണം, അത് ഉദ്ദേശം നോക്കണം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു ഉപമയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏഴാമത്തെ കാര്യം, വിശദാംശങ്ങൾ എടുക്കുമ്പോൾ അതിനെ ആത്മീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ല, അതിനെ ആക്ഷരീകമായി എന്ന് വെച്ചാൽ ഭാഷാപരമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. വിശദാംശങ്ങൾ ആത്മീയ തലത്തിലേക്ക്, സന്ദേശ തലങ്ങളിലേക്ക് എടുക്കരുത് എന്ന് സാരം. എട്ടാമത്തെ കാര്യം ഇതാണ്, അവതരിപ്പിക്കുന്ന വിഷയവും അതിൻ്റെ ചിത്രീകരണ കാര്യങ്ങളും തമ്മിലുള്ള സാമ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വിതക്കാരൻ്റെ വിത്തിൻ്റെ ഉപമ എടുക്കുമ്പോൾ വചനത്തിൻ്റെ നൽകലും ഈ വിതയ്ക്കുന്ന എന്ന ചിത്രീകരണ ശൈലി, അപ്പോൾ വിതയ്ക്കുന്ന ആ ഒരു പ്രക്രിയയും വചനം മറ്റുള്ളവരിലേക്ക് പ്രദാനം ചെയ്യുന്ന കാര്യവും, അതിനെ രണ്ടിനെയും ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് എന്നാണ്. അത് തമ്മിലുള്ള ബന്ധത്തെ ധ്യാനിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഒമ്പതാമത്തെ കാര്യം, അവതരിപ്പിക്കപ്പെടുന്ന വിഷയം ഉപമയിൽ തന്നെ വ്യക്തമായിരിക്കണം എന്നുള്ളതാണ്.
10ാമത്തെ കാര്യം, വ്യാഖ്യാന തത്വങ്ങൾ. എപ്പോഴും ഈശോ ഉപമ പറയുമ്പോൾ അതെപ്രകാരമാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നതിനുള്ള സൂചനകൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ടോ? ഇപ്പോൾ ന്യായാധിപൻ്റെയും വിധവയുടെ ഉപമ പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവൻ ഈ ഉപമ പറഞ്ഞു. അപ്പോൾ ഈ വ്യാഖ്യാനിക്കേണ്ട രീതി എന്ത് എന്ന് ഈശോ അതിൻ്റെ അകത്ത് പലപ്പോഴും സൂചന തന്നിട്ടുണ്ട്. ഈ വ്യാഖ്യാനിക്കേണ്ട രീതിക്ക് ഈശോ തന്നിട്ടുള്ള സൂചനയ്ക്ക് വിരുദ്ധമായ വ്യാഖ്യാന ശൈലികൾ അത് വചനവിരുദ്ധമാണ് എന്നുള്ളത്. ഇങ്ങനെ 10 കാര്യങ്ങൾ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉപമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. ഇനി എന്തിനാണ് ഇന്നത്തെ വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തിനാണ് ഉപമ പറയുക? നേരിട്ട് കാര്യം പറഞ്ഞാൽ പോരെ. അത് എന്തുകൊണ്ട് എന്ന് ഇന്നത്തെ വചനം വായിക്കുമ്പോൾ അതിൻ്റെ ഉപമകൾ പറയാനായിട്ട് 7 കാരണങ്ങൾ ഈശോ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഇത് കേൾവിക്കാരിൽ ജിജ്ഞാസ ഉണ്ടാകുന്ന വിധത്തിൽ സത്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളത്. ആ കേട്ട കാര്യത്തിൽ അവിടെ നിന്ന് അവസാനിപ്പിക്കില്ല, അത് കൂടുതൽ ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ അത് സാധ്യതയുണ്ടാക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പുതിയ കാര്യങ്ങളോട് താല്പര്യമുള്ള, പുതുമയോട് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ പുതുമയോട് താല്പര്യമുള്ളവർക്ക് അത് കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടാക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നേരത്തെ ജീവിതത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത്. മനുഷ്യർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ജീവിതത്തിൻ്റെ സാധാരണ അനുഭവങ്ങളിൽ നിന്നോട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടുമെന്നുള്ളത്. 4, താല്പര്യമില്ലാത്തവരിൽ നിന്ന് സത്യം മറച്ചു വയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് വലിയ ചിന്ത താല്പര്യമൊന്നുമില്ലാത്തവരൊരു കഥ കേട്ട് പോകുന്ന കണക്ക് അങ്ങോട്ട് പൊക്കോളും. അവർക്ക് ഈ സത്യത്തെ, ഇതിൻ്റെ മർമ്മത്തെ കിട്ടാതെ പോകണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്ന് പറയുന്നതിൻ്റെ പൊരുളതാണ്. പലപ്പോഴും ഇതൊക്കെ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു ഉദ്ദേശിക്കുന്നതാണ് താല്പര്യമുള്ളവന് കൂടുതൽ കൊടുക്കും, താല്പര്യമില്ലാത്തവന് വചനത്തിൻ്റെ പൊരുൾ കിട്ടില്ല എന്നുള്ളത്. 5ാമത്തേത്, താല്പര്യമുള്ളവർക്ക് കൂടുതൽ അറിയാനായിട്ടുള്ള ആ ഉപമയെ കൂടുതൽ ധ്യാനിക്കുമ്പോൾ, ഒരൊറ്റ വാക്കുകൊണ്ട് പറയേണ്ട കാര്യം അതൊരു ഉപമയായിട്ട് അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ധ്യാനിക്കാനായിട്ടുള്ള കൂടുതൽ വിഷയങ്ങളുണ്ടാവുകയും കൂടുതൽ ദൈവിക സത്യങ്ങൾ, കൂടുതൽ ദൈവഹിതങ്ങൾ വെളിപ്പെടുത്തി കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ളത്. 6ാമത്തെ കാര്യം ഇതാണ്, സത്യത്തെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ടാവും. ആ ഭയപ്പെടുന്ന മനുഷ്യരാണ് കൂടുതൽ ഒച്ച വയ്ക്കുന്നത്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ അറിയാം. നമ്മൾ ഒരു കാര്യം വന്ന് നടക്കുന്ന വഴിയിൽ ഒരു പാമ്പിനെ കാണുക. ഈ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഭയന്ന് പെട്ടെന്ന് ഒച്ചയുണ്ടാകും. ഒരു ഇടവക പൊതുയോഗം കൂടുമ്പോൾ, ഒരു വീട്ടിൽ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ ഒച്ചയുണ്ടാക്കുന്നവർ ഭയമുള്ളവരാണ്. ഭയപ്പെടുന്ന മനുഷ്യരാണ് ഒച്ചയുണ്ടാക്കുന്നത്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കോ. ഈ അല്പം ഭയം, എവിടെയോ ചില ഭയങ്ങൾ, അവൻ്റെ പിടിവിട്ടു പോകുന്നുണ്ടോ, അവന് കൺട്രോൾ കിട്ടുന്നുണ്ടോ, അവൻ്റെ ആധിപത്യത്തിൽ കുറവ് വരുന്നുണ്ടോ, അവൻ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില ഭയങ്ങൾ ഉള്ളിലുള്ള മനുഷ്യരാണ് ഈ വിമർശനവും ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഭയം കൂടിക്കഴിഞ്ഞാലും ഒച്ചയിലുണ്ടാവും, ഓവറായിട്ട് ഭയം ഉണ്ടായി കഴിഞ്ഞാൽ ഒച്ചയിലുണ്ട്. അപ്പം ഈ ചില സത്യങ്ങളോടുള്ള ഭയമുള്ളവർക്ക് ഈ വചനം മറയ്ക്കപ്പെടണം എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് പറയുന്ന ഈ ഉപമയിലൂടെ അവതരിപ്പിക്കുന്ന കാര്യം ഭയപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഭയമുള്ളവർക്ക് ഈ ഭയമുണ്ടാകാത്ത വിധത്തിൽ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കാമെന്നുള്ളത്. 7ാമത്തെ കാര്യവും അവസാനത്തെ കാര്യവും ഇതാണ്,
പ്രവചനം പൂർത്തിയാകുക എന്നുള്ളത്. പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ ഈ വചനത്തെ കൂടുതൽ പ്രാപ്യമാക്കും, അത് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിലാകും എന്ന പ്രവചനങ്ങൾ ഉണ്ട്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഉപമയിലൂടെ ഈശോ നടത്തുന്നത് എന്നുള്ളത്. അങ്ങനെ 7 ലക്ഷ്യങ്ങൾ ഈശോ ഉപമ പറയുന്നതിൽ ഉണ്ട്. അതിന് ചില 10 പ്രത്യേകതകളുണ്ട്. ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഉപമയും നമ്മൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും മനനം ചെയ്യാനും. ഈ ബൈബിളിൻ്റെ നിലപാടിനോട് ചേർന്ന് ഉപമകളെ ധ്യാനിക്കാനും മനനം ചെയ്യാനുമുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.